ഡോൺ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ദിലീപ് തിരുവട്ടാറിൻ്റെ ഞായറാഴ്ച കാർട്ടൂൺ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും ഒ ഹെൻറിയുടെ അവസാനത്തെ ഇല എന്ന് പറയുന്ന കഥ. ഒ ഹെൻറിയുടെ അവസാനത്തെ ഇലയുടെ ആ കഥയിൽ എല്ലാ ദിവസവും രാവിലെ ഒരു ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ഇല ദർശിക്കുന്ന ഒരു യുവതി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതാണ്. നമ്മുടെ പുതിയ കാലത്തിൽ എല്ലാ ദിവസവും രാവിലെ ഞായറാഴ്ച 8 മണിക്ക് നമ്മുടെ നവമാധ്യമമായ ഫേസ്ബുക്കിൻ്റെ വാതിൽ തുറന്ന് ദിലീപിൻ്റെ കാർട്ടൂൺ അവിടെ ഉണ്ടോ എന്ന് നിങ്ങളിൽ പലരും നോക്കാറുണ്ട്. അപ്പം ഒ ഹെൻറിയുടെ കഥയിലെ ചിത്രകാരൻ വരച്ച അവസാനത്തെ ഇല അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ആയിരുന്നുവെങ്കിൽ ഈ അന്യം നിന്ന് പോകുന്ന കാർട്ടൂൺ കലയുടെ ഈ പോക്കറ്റ് കാർട്ടൂൺ എന്ന് പറയുന്ന അത് തന്നെ ഇപ്പോൾ തന്നെ ഇല്ല. നമ്മുടെ മാസികകളെല്ലാം ഇല്ലാതായതോടുകൂടി പോക്കറ്റ് കാർട്ടൂണുകൾ അപ്രത്യക്ഷമാകുന്ന ഈ കാലത്ത് എല്ലാ ദിവസവും ഒരു മാസ്റ്റർ പീസുകൾ അദ്ദേഹം തുടർച്ചയായി വരച്ചിടുകയും അത് ധാരാളം ആരാധകരെ സൃഷ്ടിക്കുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ശ്രീ ദിലീപ് തിരുവട്ടാറ് എന്ന് പറയുന്ന സ്ഥലം ഇന്ന് നമ്മുടെ കേരളത്തിലില്ല, തമിഴ്നാട്ടിലാണ്. ആ തിരുവട്ടാർ അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം ചേർത്തിട്ടുണ്ട്. പല സമയത്ത് പറയുമ്പോഴും അദ്ദേഹം തിരുവട്ടാറിലെ ഒരു ലൈബ്രറിയെക്കുറിച്ച് പറയാറുണ്ട്. തമിഴ്നാട്ടിലേക്ക് ചേർന്നതിന് ശേഷം അവിടെ മലയാളം പുസ്തകങ്ങൾ കാണാറില്ല. അപ്പോൾ ആ ലൈബ്രറി ഒന്ന് അതിലേക്ക് കൂടുതൽ മലയാളം പുസ്തകങ്ങൾ വരുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമൊക്കെ അതൊന്ന് പുനരുദ്ധരിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ ദിലീപിൻ്റെ ആദ്യത്തെ പുസ്തകം വരുന്ന ഈ സമയത്ത് തന്നെ അത് പറയുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളടക്കം ഡോൺ ബുക്സ് നാളിതുവരെ പ്രസിദ്ധീകരിച്ച എല്ലാ പുസ്തകത്തിൻ്റെയും ഓരോ കോപ്പി ദിലീപ് തിരുവട്ടാറിൻ്റെ തിരുവട്ടാർ ലൈബ്രറിയിലേക്ക് ഞങ്ങൾ സംഭാവന ചെയ്യും. അത് ഒരു പുതിയ തുടക്കമാവട്ടെ. കൂടുതൽ അവിടെയുള്ള മലയാളികൾ ആ ലൈബ്രറിയിൽ നിന്നും ഈ പുസ്തകങ്ങളൊക്കെ വായിക്കട്ടെ. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ പുസ്തകത്തിൻ്റെ പ്രിയങ്കരനായ കാർട്ടൂണിസ്റ്റ് ശ്രീ ദിലീപ് തിരുവട്ടാറിനെ ആദ്യം തന്നെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചിരുന്നത് ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സഖാവ് പെട്ടെന്ന് നിര്യാതനായി. അതുകൊണ്ട് അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ സാഹചര്യത്തിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ പ്രമോദ് സാറിനെ ഓർമ്മ വരികയും സാറിനോട് വിളിച്ചിട്ട്, സാർ ഇന്നലത്തെ ഞങ്ങളുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു, സാറിനെ വിളിച്ചിട്ട് നിർബന്ധമായിട്ടും പങ്കെടുക്കണമെന്ന് പറഞ്ഞു. സാറിനെക്കുറിച്ച് പറയുമ്പോൾ പ്രൊഫസർ എസ് ശിവദാസ് സാറിൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ച് ആര് സംസാരിക്കുമെന്ന് എന്നോട് ശിവദാസ് സാറ് ചോദിച്ചപ്പോൾ, സാമാജികതയിൽ ആര് സംസാരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പേര് പ്രമോദ് നാരായൺ സാറിൻ്റെ പേരാണ്. അറിവ് ആയുധമാക്കിയ മനുഷ്യനാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നത് വായനയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും എഴുത്തിലുമെല്ലാം അദ്ദേഹം നാളിതുവരെ ആർജിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വായനയുടെ ഒരു അറിവ് നമുക്ക് ദർശിക്കാനാവും. ഇത്രയും ദൂരം ഈ പരിപാടിക്ക് വേണ്ടി മാത്രം റാന്നിയിൽ നിന്ന് ഇവിടുന്ന് വണ്ടി ഓടിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കരനായ ഞങ്ങളുടെ പ്രമോദ് നാരായൺ സാർ, ബഹുമാനപ്പെട്ട MLA, ഈ പ്രകാശന കർമ്മ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ആരെന്നുള്ളതിനപ്പുറം ഈ ചടങ്ങിൽ MR ഗോപകുമാർ സാർ പങ്കെടുക്കണമെന്ന് ദിലീപിന് നിർബന്ധമുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിന്ന്
അപ്പുറത്തേക്ക് പോയ തിരുവട്ടാറുകാരനാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം, അദ്ദേഹത്തിൻ്റെ നാളിതുവരെയുള്ള സഞ്ചാര വഴികളിലൊക്കെ ഒരു നടനിലപ്പുറം സാംസ്കാരിക പ്രവർത്തനം എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഈ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ കാരിക്കേച്ചർ വരച്ച രതീഷ് രവിയെ കൊണ്ട് നമ്മളൊരു കാരിക്കേച്ചറും കൂടെ വരപ്പിച്ചു. അദ്ദേഹത്തിന് സ്വാഗതം പറയുന്ന കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിനൊരു കാരിക്കേച്ചർ സമർപ്പിക്കണമെന്ന് നമ്മുടെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ദിലീപിൻ്റെ മകൾ ദിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിനെ എല്ലാവരുടെയും ഇതിലൂടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ഒരു കാരിക്കേച്ചർ ഇവിടെ സമർപ്പിക്കുകയാണ്. അതെല്ലാവരെയും ഒന്ന് കാണിച്ചു. ഇവിടെ ഇന്ന് ആശംസ പറയുന്നത് എൻ്റെയും ദിലീപിൻ്റെയൊക്കെ ഗുരുസാനിയനായ ശ്രീ പ്രസന്നൻ ആനിക്കാടാണ്. അദ്ദേഹം കേരള കാർട്ടൂൺ അക്കാദമിയുടെ മുൻ ചെയർമാനാണ്. കേരളത്തിലെ എണ്ണം പറഞ്ഞ കാർട്ടൂണിസ്റ്റുകളിൽ മുൻനിരയിൽ നിൽക്കുന്നയാളാണ്. ആനിക്കാട് എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ആനിക്കാട്. പ്രസന്നൻ ആനിക്കാടും അദ്ദേഹത്തിൻ്റെ വൈഫും ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ആശംസ അദ്ദേഹമാണ് ഇവിടെ പറയുന്നത്. ശ്രീ പ്രസന്നൻ ആനിക്കാടിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജി ഹരിച്ചേട്ടൻ ഇവിടുത്തെ സീനിയർ കാർട്ടൂണിസ്റ്റാണ്. ലളിതകലാ അക്കാദമിയുടെ മുൻ നിർവാഹക സമിതി അംഗമാണ്. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ദിലീപിന് ഗുരുസാനിയനാണ്. അദ്ദേഹത്തിന് കാർട്ടൂണിൻ്റെ ബാലപാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തയാളാണ്. അദ്ദേഹം സമയത്ത് തന്നെ എത്തിച്ചേർന്നു. പ്രിയപ്പെട്ട ഹരിച്ചേട്ട, അങ്ങേക്ക് സ്വാഗതം. ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ MLA പ്രമോദ് നാരായൺ സാർ സംസാരിക്കും. അതിനുശേഷം ഗോപകുമാർ സംസാരിക്കും. ആശംസയ്ക്ക് ശേഷമാണ് നമ്മുടെ പ്രകാശന ചടങ്ങ്. പ്രമോദ് നാരായൺ സാറിനെ ക്ഷണിക്കുന്നു. ദൈവമൊരിക്കൽ നടക്കാനിറങ്ങി. മേഘങ്ങൾക്കിടയിൽ തൻ്റെ തന്നെ സൃഷ്ടിയായ നക്ഷത്രങ്ങളുടെ കാന്തി കണ്ട് ദൈവം അത്ഭുതം കൂറി. നക്ഷത്രങ്ങളെ ഭൂമിക്ക് നൽകാൻ ദൈവം തീരുമാനിച്ചു. ഒരു മരത്തിൻ്റെ ചില്ലയിൽ നിന്ന് പൂക്കളെ ഇറുത്തെടുക്കുന്നത് പോലെ ലോലമായി ദൈവം ആ നക്ഷത്രങ്ങളെ ഇറുത്തെടുത്ത് ഭൂമിയിലേക്ക് ചൊരിഞ്ഞു. നക്ഷത്രങ്ങൾ മണ്ണിൽ വന്ന് പൂക്കളായി, പിന്നെ വാക്കുകളായി ചമഞ്ഞു. വാക്കുകൾ അരുവി പോലെ ഒഴുകിയപ്പോൾ ഭാഷയുണ്ടായി. ഇളനീര് പോലെ ഒഴുകുന്ന മധുരമുള്ള ഭാഷ. ആ ഭാഷയിൽ എഴുത്തുകാരുടെ കുലമുണ്ടായി. എന്നാൽ വാക്കുകൾക്കും പ്രകടിപ്പിക്കാൻ കഴിയാത്ത ജീവിതാനുഭവങ്ങൾ, സങ്കടങ്ങൾ, പരിഹാസങ്ങൾ, വിമർശനങ്ങൾ, ആരായലുകൾ, അതെല്ലാം കോറിയിടാൻ മനുഷ്യർ ചിത്രങ്ങളെ സൃഷ്ടിച്ചു. ചിത്രങ്ങൾ 1000 വാക്കുകൾക്ക് തുല്യമായപ്പോൾ കാർട്ടൂണുകൾ ഉണ്ടായി. കട്ടിയുള്ള കടലാസിൽ എഴുതുന്നത് എന്ന അർത്ഥത്തിലാകാം, ലാറ്റിനാണോ ഫ്രഞ്ചാണോ എന്നറിയാത്ത കാർട്ടൺ എന്ന വാക്കിൽ നിന്ന് കാർട്ടൂണുകൾ ഉണ്ടായി. കാർട്ടൂണുകൾ ലോകത്തോട് ഭൂതകാലത്തെയും വർത്തമാനത്തെയും ഭാവിയെയും കുറിച്ചുള്ള ഒരുപാട് ഉത്കണ്ഠകൾ, സ്വപ്നങ്ങൾ ഒക്കെ പങ്കുവച്ചു. ലോകത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂൺ ഏതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. പക്ഷേ യെല്ലോ കിഡ് എന്ന ന്യൂയോർക്ക് വേൾഡിൽ വന്ന കാർട്ടൂൺ ആ നിലയിൽ
രാഷ്ട്രീയം, ചരിത്രം, മാനവികത, ജനങ്ങളുടെ അഭിലാഷങ്ങൾ ഒക്കെ പറയുന്ന ഒരു പോക്കറ്റ് കാർട്ടൂണായി വേണമെങ്കിൽ നമുക്ക് കാണാം. മലയാളത്തിന് പോക്കറ്റ് കാർട്ടൂണിൽ മഹാപാരമ്പര്യമുണ്ട്. പക്ഷേ പോക്കറ്റ് കാർട്ടൂണിനപ്പുറത്തേക്ക് സറ്റയർ എന്ന ഇംഗ്ലീഷിൽ വിളിക്കപ്പെടുന്ന സാഹിത്യ പാരമ്പര്യത്തിനും അപ്പുറത്ത് നിൽക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ പാരമ്പര്യം നമ്മുടെ എല്ലാം പ്രജ്ഞയിൽ പെരുക്കങ്ങളായി ഉണരുന്നുണ്ടല്ലോ. ഒരു പോക്കറ്റ് കാർട്ടൂൺ എന്ന നിലയിൽ എൻ്റെ വായനയിൽ ഓർമ്മ വരുന്നത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച മറ്റൊരു കാർട്ടൂണിൻ്റെ പുനരാവിഷ്കാരമാണ്. മെയിംകാഫ് എന്ന ഹിറ്റ്ലറിൻ്റെ ആത്മകഥയും ആ ആത്മകഥയുടെ അടരുകൾക്കുള്ളിൽ കുടുങ്ങിപ്പോയ ഹിറ്റ്ലറുടെ ചിത്രവും 1946 വന്നതാണ്. പിന്നീട് മലയാളത്തിൽ ഇന്ത്യയിൽ കാർട്ടൂണുകളുടെ BM ഗഫൂർ, അബു എബ്രഹാം, OV വിജയൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ, നമ്മളിപ്പോഴും സ്നേഹിക്കുന്ന ഗോപികൃഷ്ണൻ, അങ്ങനെ കാർട്ടൂണുകളുടെ പ്രസന്നൻ ആനിക്കാട്, കാർട്ടൂണുകളുടെ മൂർച്ചയിൽ മലയാളിയുടെ ചിന്ത, മലയാളിയുടെ ജീവിത വീക്ഷണം, മലയാളിയുടെ രാഷ്ട്രീയമെല്ലാം തിളച്ചുമറിഞ്ഞു. ആ പാരമ്പര്യത്തിലേക്ക് നവമാധ്യമങ്ങളുടെ ഒരു കാലത്ത് കാർട്ടൂൺ വരയ്ക്കുക, വരയിലൂടെ പറയുക, വരയിലൂടെ അനുഭവിപ്പിക്കുക, അത് ഏറെ സങ്കീർണമാകുന്ന സമസ്യയുടെ ഒരു കാലത്ത് വരയാൽ ചിരിയുടെ, ചിന്തയുടെ വിന്യാസം തീർക്കുന്ന പ്രിയങ്കരനായ നമ്മളുടെ കാർട്ടൂണിസ്റ്റ് ദിലീപ് തിരുവട്ടാറിന് എൻ്റെ സ്നേഹം, എൻ്റെ ആദരവ്, എൻ്റെ അഭിനന്ദനം. അല്പനിമിഷങ്ങൾ മാത്രമാണ് ഈ ചിത്രശേഖരം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഒരുപാട് കാലം മുമ്പ് എൻ്റെ കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്ത വിധേയൻ എന്ന സിനിമ പുറത്തിറങ്ങിയ കാലത്ത് ആ ശബ്ദമല്ല, അങ്ങയുടെ വിധേയത്വത്തിൻ്റെ, ഒരുപക്ഷെ മനുഷ്യ ജീവിതാവസ്ഥയിലെ ഏറ്റവും ദയനീയമായ വിധേയത്വം മുഴുവൻ കലർന്ന അങ്ങയുടെ നോട്ടത്തിൻ്റെ മർമ്മരങ്ങൾ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിൽക്കുകയാണ്. ശബ്ദത്തിന് മാത്രമല്ല മർമ്മരമുള്ളത്, ശരീരത്തിൻ്റെ ഭാഷയ്ക്ക് പോലും മാറ്റലിയുണ്ട്, മർമ്മരമുണ്ട് എന്ന് കാട്ടിത്തന്ന അഭിനേതാവാണ് പ്രിയങ്കരനായ ശ്രീ MR ഗോപകുമാർ. അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. ശ്രീ പ്രസന്നൻ ആനിക്കാടിനെ നേരിട്ടാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. കാർട്ടൂണിലൂടെ മലയാളിക്കിപ്പോൾ ചിരി എവിടെയാണ്, തമാശ എവിടെയാണ്, പരിഹാസം എവിടെയാണ്? കാർട്ടൂണിൽ ശരീരഭാഗങ്ങൾ, ആ കാർട്ടൂണിൽ തന്നെ അങ്ങയുടെ തലയും നോട്ടവുമാണ് കാർട്ടൂണിൻ്റെ മുമ്പിലേക്ക് മുഴച്ചു നിൽക്കുന്നത്. എന്നാൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് പോലുമുള്ള പരിഹാസത്തിൻ്റെ അതിർവരമ്പുകൾ എവിടെയാണ് നിൽക്കും അറിയാതെ അത്ര ദയനീയമായ മലയാളി ഇങ്ങനെ അത്തരം ചവറുകളിലേക്ക് കൂപ്പുകുത്തി വീഴുന്നതിൻ്റെ ദുർഗന്ധ കാലത്ത് പ്രസന്നൻ ആനിക്കാട് എന്ന കാർട്ടൂണിൻ്റെ വിമർശനങ്ങളിലെ സുഗന്ധമായി തന്നെ ഞങ്ങൾ കാണുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു പുസ്തകം കയ്യിലേക്ക് എടുക്കുമ്പോൾ അത് ഒരു കാലത്തെയാണ്, ഒരു കാലഘട്ടത്തിൻ്റെ മിഴിവാർന്ന അനുഭവത്തെയാണ് നമ്മൾ കയ്യിലേക്ക് എടുക്കുന്നത്. ഒരു തുള്ളി നിലാവ് ഹൃദയത്തിലേക്ക് വീണതുപോലെയാകണം. ഒരു പൂമരത്തെ തഴുകുന്ന കാറ്റ് അതിൻ്റെ ചില്ലയിൽ നിന്ന് പൂക്കളെയും പൂക്കളുടെ കുലകളെയും ഉലയ്ക്കുമ്പോൾ ആ പൂ വീണ പുഴ പൂഞ്ചോലയാകുന്നത് പോലെയാകണം ഒരു പുസ്തകത്തിൻ്റെ കാഴ്ചാനുഭവവും വായനാനുഭവവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ട ചങ്ങാതി അനിൽ, അങ്ങ് നിർമ്മിച്ച നിർമ്മിതിയുടെ മനോഹാരിത, അതിൻ്റെ ചേതോഹാരമായ ഒരനുഭവമാണ് ഈ പുസ്തകം. ആ പുസ്തകം ഇത്രമേൽ മനോഹരമായി മിഴിവോടെ ചിത്രീകരിച്ച പ്രിയപ്പെട്ട ചങ്ങാതി അനിലിനും എൻ്റെ സ്നേഹം, എൻ്റെ അഭിനന്ദനം. ഒരു പുസ്തകം പ്രകാശിപ്പിക്കുക എന്നാൽ പ്രകാശത്തിൻ്റെ അക്ഷരങ്ങളിലൂടെ നാം താണ്ടുന്ന പ്രകാശവർഷങ്ങളിലേക്ക് ഒരു കിരണം കൂടി സമ്മാനിക്കലാണ്. ആ കിരണമേറ്റ് നമ്മുടെ എല്ലാം ഹൃദയങ്ങൾ പൂത്തുലയട്ടെ. ആശംസ, പ്രാർത്ഥന. ഒരു വാക്കുകൂടി, തിരുവട്ടാർ തമിഴ്നാട്ടിലാണ്. എത്ര മനോഹരമായൊരു ഭാഷയാണ്. ഞാൻ ഗോപകുമാർ ചോദിച്ചു, തമിഴാണോ? തിരുക്കുറളിൽ ഒരു വാക്യമുണ്ട്, എല്ലാ വിളക്കും വിളക്കല്ല, ചാൻഡോർക്ക് പൊയ്യാ വിളക്കേ വിളക്ക്. മനുഷ്യർ വരഞ്ഞ അതിർത്തികളെല്ലാം നമുക്ക് മായ്ച്ചു കളയാം. വരയിലൂടെ, നൃത്തത്തിലൂടെ, സംഗീതത്തിലൂടെ, വാക്കുകളിലൂടെ. അതാകട്ടെ പുതിയ കാലത്തിൻ്റെ വിപ്ലവം. ആശംസ, അഭിവാദ്യം. ഗോപകുമാർ സസ്തംഭരി.
പ്രിയപ്പെട്ട ശ്രീ ദിലീപ് തിരുവട്ടാർ, ഞാൻ സ്വല്പ സമയമെടുത്തത് ദിലീപ് തിരുവട്ടാറിനെ എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നുള്ള ഒരാശയക്കുഴപ്പമുണ്ടായിരുന്നു. സുഹൃത്തുമല്ല, സഹോദരനുമല്ല. എനിക്ക് ശരിക്കും ദിലീപ് തിരുവട്ടാർ എൻ്റെ മകനെ പോലെയാണ്. ദിലീപ് വിവാഹം കഴിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ അച്ഛൻ എൻ്റെ ജസ്റ്റ് സീനിയറായിട്ട് തിരുവട്ടാർ ഹൈസ്കൂളിൽ, കമുകറയുടെ സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പോൾ എനിക്കും എൻ്റെ മകനെ പോലെയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കാൻ. ഇവിടെ കാർട്ടൂണിനെ പറ്റി ഇനിയിപ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഇതിനേക്കാൾ ബഹുമാനപ്പെട്ട MLA ശ്രീ പ്രമോദ് നാരായണൻ അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഇതിനേക്കാളും നന്നായി കാർട്ടൂണിനെ കുറിച്ച് സംസാരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നെനിക്കറിയില്ല. നമ്മുടെ രാഷ്ട്രീയക്കാരിൽ കൂടുതൽ പേരും അക്ഷരവൈരികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇതുപോലെ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴും നമ്മുടെ അസംബ്ലിയിലുണ്ട് എന്നുള്ളത് നമ്മുടെ അഭിമാനമാണ്. ബഹുമാനപ്പെട്ട ശ്രീ പ്രമോദ് നാരായണൻ, ഇവിടെ ആശംസ അർപ്പിക്കാനെത്തിയിട്ടുള്ള ശ്രീ പ്രസന്നൻ ആനിക്കാട്, ഹരിസാറ്, പിന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച അനിൽ വേഗ, ഈ സദസ്സിൽ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേര് പറയാനറിയില്ല, അതിനുള്ള സമയമില്ല. എന്നാലും രാജശേഖരനുണ്ട് എൻ്റെ കൂടെ. 1-ാം ക്ലാസ് മുതൽ 11-ാം ക്ലാസ് വരെ പഠിച്ചതാണ്. അദ്ദേഹം ഇവിടുത്തെ പാസ്പോർട്ട് ഓഫീസർ, ട്രിവാൻഡ്രം പാസ്പോർട്ട് ഓഫീസറായിരുന്നു. അതുപോലെ ശശിയണ്ണനുണ്ട്. ശശിയണ്ണൻ മാത്തൂരാണ്, ട്രഷറിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. നാളെ അദ്ദേഹത്തിൻ്റെ ഒരു ഫങ്ഷനുണ്ട് മന്ന മെമ്മോറിയൽ ക്ലബ്ബിൽ, അതിന് പോകണം. പിന്നെ അപ്പൂർണനുണ്ട്, രാജീവ്, ഒരുപാട് പേരുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പേരറിയാത്ത ഒരുപാട് പേരുമുണ്ട്. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അപ്പോൾ ദിലീപിൻ്റെ ഈ കാർട്ടൂൺ ഇന്ന് പ്രകാശനം ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കാർട്ടൂൺ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എന്നെ വിളിക്കാൻ വന്ന വണ്ടിയിൽ ഇതിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ കണ്ട കാർട്ടൂണ് 2 സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നു. ഒരു ആൾ മറ്റേ സുഹൃത്തിനോട് ചോദിക്കുന്നു, നിൻ്റെ കാമുകി എന്താടാ നിന്നെ പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ട്, അതായത് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചിട്ട് പോയത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ മറ്റേ ആൾ പറയുന്നു, അല്ല അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ ചാറ്റ് ചെയ്ത കൂട്ടത്തിൽ നീ എൻ്റെ മുത്താണ് എന്ന് ആണ് ഞാൻ ഉദ്ദേശിച്ച് അടിച്ചത്. പക്ഷെ അടിച്ചപ്പോൾ അത് നീ എൻ്റെ മിത്താണ് എന്നായിപ്പോയി എന്നത്. അപ്പോൾ അത് നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തെയും സമകാലിക ജീവിതത്തെയും ഒക്കെ നമ്മുടെ വരകളിലൂടെയും വിശദീകരണങ്ങളിലൂടെയും കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ബാക്ക് കവർ നോക്കി. അപ്പോൾ അതിൽ പ്രസന്നൻ ആനിക്കാട് എഴുതിയിട്ടുണ്ട്, ഒരു 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 കലത്തിലെ ചോറ് വെന്തോ എന്നറിയാൻ വേണ്ടി മുഴുവൻ ചോറ് നോക്കേണ്ട കാര്യമില്ല, അതിൽ ഒരു വറ്റെടുത്ത് നോക്കിയാൽ മതി, ഞെക്കി നോക്കിയാൽ മതി, അറിയാം എന്ന്. കറക്റ്റ്, ശരിയാണ്. ഈ ഒറ്റ കാർട്ടൂൺ വായിച്ചതിൽ നിന്ന് തന്നെ അതിൻ്റെ മറ്റേ കാർട്ടൂണുകളുടെയൊക്കെ ഒരു 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 അന്തസത്ത എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോഴാണ് എല്ലാ സംഭവങ്ങളെയും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോഴാണ്, അല്ല വരകളിലൂടെ ആയാലും വിശദീകരണങ്ങളിലൂടെ ആയാലും കല ഉണ്ടാകുന്നത്. അത് കാർട്ടൂണായാലും ശരി, കഥയായാലും ശരി, കവിതയായാലും ഒക്കെ ഉണ്ടാകുന്നത് സംഭവങ്ങളെയും നമുക്ക് ചുറ്റും കാണുന്നതിനെയും നമ്മൾ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ്. അങ്ങനെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതുകൊണ്ടാണ് ഈ ദിലീപ് തിരുവട്ടാറിൻ്റെ കാർട്ടൂണും പ്രസക്തമാവുന്നത്. ഈ ഒരു അവസരത്തിൽ ഈ തിരുവട്ടാറിനെ പറ്റി പറഞ്ഞു. തിരുവട്ടാർ ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ഞാൻ ജനിച്ചപ്പോൾ അത് തിരുവിതാംകൂറായിരുന്നു. എനിക്കൊരു 5 വയസ്സായപ്പോൾ ഞാൻ അങ്ങ് തമിഴ്നാടായി. ഞാൻ തമിഴനായി. ഞാൻ നിന്ന സ്ഥലം മാറിയിട്ടില്ല, പക്ഷേ ഞാൻ തമിഴനായി. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ്
കന്യാകുമാരി ജില്ല കേരളത്തിൽ നിന്ന് പോയത്. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും എല്ലാം കൊണ്ടും കേരളത്തിൻ്റെ ഭാഗമാകേണ്ട ഒരു വെസ്റ്റേൺ ഗാട്സ് അവസാനിക്കുന്ന തന്നെ അരുവമൊഴി എന്ന് പറയുന്ന ഭാഗത്താണ്. അതെല്ലാം കൊണ്ടും കേരളത്തിൻ്റെ ഒരു ഭാഗമാകേണ്ട ഒരു സ്ഥലം എന്തുകൊണ്ടോ തമിഴ്നാടിന് വിട്ടുകൊടുത്തു. അതൊരു പക്ഷേ രാഷ്ട്രീയമായ ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. ഒരുപക്ഷേ കന്യാകുമാരി ജില്ല കേരളത്തിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ കന്യാകുമാരി ജില്ലയിലെ ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുമായിരുന്നു. അതിനാരോ തടസ്സം നിന്നു. അതാരാണ് എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ ഒരു അവസരത്തിൽ അത് പറയണ്ട എന്നുള്ളതുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിലീപ് തിരുവട്ടാർ ഇനി ഒരുപാട് രചനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ ശ്രീ പ്രമോദ് നാരായൺ, അങ്ങയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു തീർച്ചയായിട്ടും. പിന്നെ എന്നെ ഇപ്പോൾ ബാക്കി നിങ്ങളെനിക്ക് തരുന്നതെല്ലാം ഒരുപക്ഷെ എന്നിൽ നിന്ന് മാഞ്ഞു പോകും. പക്ഷേ നിങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വാരിയെറിയുന്ന സ്നേഹത്തിൻ്റെ പൂക്കളുണ്ട്. അത് ഒരു കാലവും വാടാതെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും എന്ന് വാക്ക് തന്നുകൊണ്ട് ദിലീപ് തിരുവട്ടാറിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. ഇനി ചെറിയ സമയം കൂടെ ഉള്ളൂ. പ്രശ്നമായിട്ട് സംസാരിക്കും. അതിനുശേഷം ഹരിശേട്ടൻ പറയും. പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുകൊണ്ട്, പ്രോട്ടോക്കോൾ പാലിക്കേണ്ടതുണ്ട്. ദിലീപിൻ്റെ മറുപടി പ്രസംഗമുണ്ട്. പ്രശ്നമായിട്ട് സംസാരിക്കും. പ്രിയപ്പെട്ടവർ, അനിൽ പിന്നെ ഒരു ജാമ്യം എടുത്ത് പറഞ്ഞപ്പോൾ ഒരുപാട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് വന്നത്. കാരണം അവതാരിക എന്നെക്കൊണ്ട് എഴുതിച്ചു, എങ്കിലും അവിടെ പറയാൻ പറ്റാത്ത കുറേ അധികം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പം പറഞ്ഞു ഇത് അധിക പ്രസംഗം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു. തന്നെയല്ല, ഇവിടെ ശ്രീ MR ഗോപകുമാർ പറഞ്ഞതുപോലെ എല്ലാവർക്കും പറയേണ്ടത് നമ്മുടെ MLA പറഞ്ഞു കഴിഞ്ഞു. ലോഞ്ചിൽ വെച്ച് അദ്ദേഹം ഈ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ നോക്കുമ്പം പുസ്തകം ഇങ്ങനെ തുറന്ന് ഒരു ശ്വാസം ഇങ്ങനെ അകത്തോട്ടെടുത്തു. സത്യത്തിൽ ആ ഉള്ളിലേക്കെടുത്ത ശ്വാസത്തിൽ ആ മുഴുവൻ കാർട്ടൂണുകളും അദ്ദേഹം ആവാഹിച്ചു കഴിഞ്ഞു. അതിൻ്റെ സമ്മാൻ സബ്സ്റ്റൻസ് ആണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഞാൻ അന്നേരം ഓർത്തത്, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നമ്മളെല്ലാം പുതിയ പുസ്തകം കിട്ടുമ്പം ഇങ്ങനെ ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ആ പുത്തൻ പുസ്തകത്തിൻ്റെ ഒരു മണം. അദ്ദേഹം ശ്വസിച്ചത് കാർട്ടൂണിൻ്റെ മണമായിരുന്നു, കാർട്ടൂണിൻ്റെ ഗന്ധമായിരുന്നു. ആ ഗന്ധമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത്രയും ഗംഭീരമായി ചെറിയ വാക്കുകളിൽ അദ്ദേഹത്തെ കാണുന്നത് പോലെ ചെറിയതാണെങ്കിലും വലിയ രീതിയിൽ 5 MLA-മാരുള്ള പാർട്ടിയിലെ 5 ഘടാഘടിയന്മാരുടെ അല്ലെങ്കിൽ 4 ഘടാഘടിയന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരെക്കാളും ഒക്കെ തലപ്പൊക്കമുള്ള, പ്രവർത്തനം കൊണ്ടും സംസാരം കൊണ്ടും തലപ്പൊക്കമുള്ള ആളാണ് ശ്രീ പ്രമോദ് നാരായൺ. ഇപ്പം ഞാൻ കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമല്ല, ഇവിടെ അദ്ദേഹം വാക്കുകളാൽ വരച്ചിട്ട കാര്യങ്ങൾ നമുക്ക് ബോധ്യമായി. നമ്മുടെ ഗോപകുമാർ സാറും അത് സപ്ലിമെൻ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മുടെ അനിൽ ഡോൺ ബുക്സ് എന്നാണ് ഈ പ്രസാധന ശാലയുടെ പേര്. അദ്ദേഹത്തിൻ്റെ എളിമ കൊണ്ട് അദ്ദേഹം പറയാതെ പോയൊരു കാര്യമുണ്ട്. കേരളത്തിലെ കാർട്ടൂണിൻ്റെ തലതൊട്ടപ്പനായിരുന്ന ബോബനും മോളിയുടെയും പപ്പ സാക്ഷാൽ ടോം സാറിൻ്റെ ജീവചരിത്രം എഴുതാൻ മലയാളത്തിലെ എണ്ണം പറഞ്ഞ പ്രസാധകർ മടിച്ചു നിന്നപ്പോൾ ഞാൻ അത് ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരു പ്രസാധകൻ അനിലാണ്. അദ്ദേഹം നിറഞ്ഞൊരു കയ്യടി അർഹിക്കുന്ന ആളാണ്. കാരണം ടോം സാർ മരിക്കാൻ പാകത്തിൽ നിൽക്കുമ്പോൾ ബോധാബോധങ്ങളുടെ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അനിലിനെ കണ്ടിട്ട് പറഞ്ഞു, അനിലേ, ആ പുസ്തകം ഇറങ്ങും എന്ന് എനിക്ക് ഇപ്പോൾ ധൈര്യമായി എന്ന്. സാക്ഷാൽ ടോം സാറിന് 60 വർഷം മലയാളത്തിന് നല്ല 2 കുസൃതി പിള്ളേരെ സമ്മാനിച്ച ടോം സാറിന് നമ്മുടെ മലയാളം ശ്രീ അനിലിലൂടെ കൊടുത്ത ഒരു സമർപ്പണമാണ് ഈ ജീവചരിത്ര ആത്മകഥ. ടോംസിൻ്റെ ബോബനും മോളിയും എന്ന് തന്നെയായിരുന്നു ആ ആത്മകഥയ്ക്ക്. അങ്ങനെ എൻ്റെ ബോബനും മോളിയും, അതായത് അതിനകത്ത് വേറൊരാൾ അതിന് അധികാരം പറയാനില്ല. എൻ്റെ ബോബനും മോളിയും അതിൽ എല്ലാം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് കൂടി അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്കൊരു ഗുണം കിട്ടി. എൻ്റെ ഒരു പുസ്തകം കാർട്ടൂൺ കളക്ഷൻ അനിലിന് കൊടുക്കാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. വളരെ ഗംഭീരമായി ആ കാർട്ടൂൺ ആകൃതി വികൃതി എന്ന പേരിൽ ഞാൻ മാതൃഭൂമിയുടെ വെള്ളിയാഴ്ച ഒരു നർമ്മഭൂമി പതിപ്പുണ്ടായിരുന്നു. അതിൽ വരച്ചിരുന്ന ഒരു കാർട്ടൂൺ പങ്ക്തിയുടെ ടൈറ്റിൽ ആകൃതി വികൃതി എന്നായിരുന്നു.
ആ പേരിലാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഞാൻ ഈ ടോം സാറിനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി സമയമില്ല എന്നാൽ പോലും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വരവ്, ഇന്ത്യയിലേക്കുള്ള വരവിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്ന സമയമാണ്. ഇതിനു മുമ്പ് 1986 ജോൺ പോൾ മാർപ്പാപ്പ കേരളത്തിലേക്ക് വരികയുണ്ടായി. അന്ന് സാധാരണ ഒരു മാർപ്പാപ്പയൊക്കെ വരുമ്പോൾ അത് മനോരമ പോലെ ഒരു പത്രത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൽ കാർട്ടൂണാക്കി വരിക എന്ന് പറയുന്നത് അചിന്ത്യമാണ്. പക്ഷേ അദ്ദേഹം മടങ്ങിയതിന് ശേഷം പിറ്റേ ആഴ്ച വന്ന ബോബൻ മോളിയിലും ടോം സാറ് ഈ മാർപ്പാപ്പയുടെ സന്ദർശനം വളരെ കുറഞ്ഞ രേഖകളിൽ, വരികളിലും വാക്കുകളിലും ഒക്കെ കാർട്ടൂണാക്കി. അതിൽ കോട്ടയംകാരൻ, ഞാനൊരു കോട്ടയംകാരനായതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, കോട്ടയംകാരൻ്റെ ഒരു കച്ചവട കണ്ണോടുകൂടി കോട്ടയംകാരെല്ലാം കൂടെ ബിരിയാണി പൊതി അവിടെ വിളമ്പി പാപ്പായുടെ വരവ് മുതലാക്കാൻ നോക്കി. പക്ഷെ നടന്നില്ല. അവിടെ ട്രാഫിക് ബ്ലോക്ക് കാരണം ഈ ബിരിയാണി പൊതിയെല്ലാം അവിടെ മല പോലെ കൂട്ടിയിട്ട് അവസാനം കത്തിച്ച് കളയേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഇട്ടുണ്ണാൻ ചേട്ടനും ഒരു ബിരിയാണി കച്ചവടം അവിടെ നടത്തി. അദ്ദേഹത്തിനും ഇതേ വിധി വന്നു. അപ്പോൾ ഈ ചേട്ടത്തി അറിയാമല്ലോ, ചേട്ടനെ എപ്പോഴും ചിരവ കൊണ്ട് ഓടിക്കുന്ന ആളാണ്. ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പം അദ്ദേഹം പറയുകയാണ്, എന്ത് ചെയ്യാൻ വേണ്ടി വരാനുള്ളതെല്ലാം വഴി തങ്ങി. ഉടനെ ഈ പിള്ളേർ പറയുന്നതാണ് കാർട്ടൂൺ, അല്ല വരാനുള്ളത് പിന്നെ വഴി തങ്ങുക എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നു, അല്ല വരാനുള്ളവരെല്ലാം വഴി തങ്ങി എന്ന് പറയുന്നതാണ് അതിനകത്തെ പഞ്ച്. അതായത് ഈ ബിരിയാണി മേടിക്കാൻ വരേണ്ടിയിരുന്ന വിശ്വാസികളെ മുഴുവൻ പോലീസ് ഒരിടത്ത് ഒതുക്കി. അപ്പോൾ ബിരിയാണി പൊതി അവസാനം മിച്ചമായി കത്തിക്കേണ്ടി വന്നു. ഞാൻ ഈ ടോം സാറിനെ ഉപമിച്ചത് നമ്മുടെ പ്രിയങ്കരനായ തിരുവട്ടാറിൻ്റെ കാർട്ടൂണുകളുടെ പഞ്ചിനെ കുറിച്ച് ഉപമിക്കാനാണ്. ഇവിടെ അനിൽ നമ്മുടെ ലാസ്റ്റ് ലീഫ്, ലോകം വാഴ്ത്തിയ ഒരു ചെറുകഥയെക്കുറിച്ച് പറഞ്ഞു, ഓ ഹെൻറിയുടെ ചെറുകഥ. അതിനകത്ത് ലാസ്റ്റ് ലീഫാണ്. അപ്പോൾ അദ്ദേഹം ലീഫിനെ ബന്ധപ്പെടുത്തി വരച്ച ഒരു കാർട്ടൂണുണ്ട്. വാക്കുകളെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കാർട്ടൂണാക്കാം എന്നുള്ളതിൻ്റെയാണ്. അപ്പോൾ ഈ സാധാരണഗതി എല്ലാവരും കാർട്ടൂൺ വരയ്ക്കുമ്പം മനുഷ്യരെയാണ് വരയ്ക്കുന്നത്. ദിലീപ് സസ്യങ്ങളെ പോലും കാർട്ടൂണാക്കും. 2 വാഴകൾ തമ്മിൽ പറയുന്നതാണ് അതിനകത്തെ. ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിലും അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിൻ്റെ പല മേഖലയിലുള്ള കൊള്ളരുതാത്ത ആൾക്കാരെ വാഴകൾ എന്ന് ഇന്നിപ്പോൾ നവമാധ്യമത്തിൽ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ വാഴ പറയുകയാണ്, നമ്മുടെ പേര് ഈ വല്ലാതെ ഉപയോഗിച്ച് അത് മോശപ്പെടുത്തി കളഞ്ഞു. ഇനി നമ്മളെങ്ങനെ ഇലയെടുപ്പോടുകൂടി ഇങ്ങനെ നിവർന്നു നിൽക്കും? ഓർക്കണം, തലയെടുപ്പോടുകൂടി എന്നുള്ള സംഗതി, ഇലയെടുപ്പോടുകൂടി നിൽക്കുക എന്ന് പറയുന്ന ആ പ്രയോഗത്തിന് ഒരു കുതിരപ്പവൻ കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാനിവിടെ നോക്കുമ്പോൾ പ്രിയയുടെ ഒരു തട്ടകം കൂടിയാണ് നിയമസഭ. ഇവിടെ ഞാൻ നോക്കുമ്പം അസംബ്ലിയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ വാച്ചാൻ വാർഡുകൾ നിരനിൽക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രിയയുടെയും ദിലീപിൻ്റെയൊക്കെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ വാച്ച് ചെയ്താൽ, ഈ കാർട്ടൂണുകൾ വാച്ച് ചെയ്താൽ മാത്രം പോരാ, ഇത് വാർഡ് കൂടി ചെയ്യണം. കാരണം കാർട്ടൂണിൻ്റെ സംരക്ഷകരായി പ്രിയയുടെയും ദിലീപിൻ്റെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി നിങ്ങൾ മാറണം. ഇതിന് ഗംഭീരമായ വിൽപ്പനയും കൂടി ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഹരിച്ചേട്ടൻ സംസാരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഒരു മറുപടി പ്രസംഗം ഒരു വാക്കിൽ ദിലീപ് പറയും. ദിലീപിനെ വിളിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സമയം ഒരുപാട് അതിക്രമിച്ചു. അതുകൊണ്ടൊരു പ്രത്യേകിച്ച് പ്രസംഗത്തിൻ്റെ ഒന്നും പ്രസക്തിയില്ല. ഇവിടെ വന്ന എല്ലാവർക്കും, എൻ്റെ നാട്ടിൽ നിന്ന് വന്നവർക്കും, എൻ്റെ സഹപ്രവർത്തകർക്കും, എൻ്റെ സുഹൃത്തുക്കൾക്കും, നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്ത MLA അവർക്കും, എൻ്റെ നാട്ടുകാരനും സിനിമാ നടനും സർവോപരി എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാളുമായ നമ്മുടെ MR ഗോപകുമാർ സാറിനും, നമ്മുടെ കാർട്ടൂണിസ്റ്റ് ഹരിമാഷിനും, അവതാരിക എഴുതി തന്ന നമ്മുടെ പ്രസന്ന നാനിക്കാടിനും, ഈ പുസ്തകം നല്ല രീതിയിൽ അച്ചടിച്ച് മനോഹരമായി അത് സെറ്റാക്കി തന്ന എൻ്റെ പ്രിയ സുഹൃത്ത് അനിൽ വെഗയ്ക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. ബുക്ക് റിലീസ് നടന്നില്ല. ബുക്ക് റിലീസോടെ വേഗം ചെയ്യണം. അത് ഓർമ്മിപ്പിച്ചതിന് വളരെ നന്ദി. ബുക്ക് റിലീസ് ചെയ്യാനായിട്ട് പ്രമോദ് സാറിനോട് പറയുന്നു. അത് ഏറ്റുവാങ്ങാനായിട്ട് MR ഗോപകുമാർ സാറിനോട്.
കാര്യം കൂടിയുണ്ട്. ഈ പുസ്തകത്തിന് യഥാർത്ഥത്തിലൊരു 500 രൂപ വില വരുന്ന പുസ്തകമാണ്. അത്രയും കൂടിയ ക്വാളിറ്റിയുള്ള ഇതിലാണ് അടിച്ചത്. ദിലീപ് നമ്മളത് നിർബന്ധം കാരണം വെറും 160 രൂപയ്ക്കാണ് അത് പുസ്തകം വിൽക്കുന്നത്. അത് എല്ലാവർക്കും 100 രൂപയ്ക്ക് ലഭിക്കും നമ്മുടെ സ്റ്റാളിൽ. 210, 211